ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തയിലേക്ക് സ്വാഗതം. കടന്നുപോകലിൻ്റെ ഒരു ഓർമ്മ ദിനം കൂടി. പുളിപ്പില്ലാത്ത അപ്പമൊരുക്കി തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ച് ഇസ്രായേൽ ജനത. കട്ടിളപ്പടിയിലെ രക്തത്തിൻ്റെ അടയാളം കണ്ട് ഇസ്രായേലിലെ ആദ്യജാതരെ സംഹരിക്കാതെ കടന്നുപോയ ദൈവദൂതൻ. ചെങ്കടലിനെ പകുത്ത് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച് ദൈവം. പിന്നീട് യുഗങ്ങൾക്കിപ്പുറം സേവകനെ പോലെ വിരുന്നൊരുക്കി ശിഷ്യരുടെ പാദം കഴുകി സ്നേഹത്തിൻ്റെ പാഠം പകർന്നേകി പുതിയ പെസഹ കുഞ്ഞാട്. കാൽവരിയുടെ മാറിൽ തിരുനിണമൊഴുക്കി മാനവകുലത്തെ മുഴുവൻ പാപത്തിൻ്റെ നുകത്തിൽ നിന്നും വീണ്ടെടുത്ത ക്രിസ്തുവിനെ ഓർമ്മിക്കുന്ന ദിനം. പെസഹ കടന്നുപോകലിൻ്റെ ഒരു അന്ത്യ അത്താഴം കൂടി. സ്നേഹത്തിൻ്റെ മേശമേൽ ഹൃദയം പങ്കിട്ടവനായിരുന്നു ക്രിസ്തു. അതിനാൽ തന്നെ സ്നേഹത്തിൻ്റെ കുറവുകളെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അത്താഴ വിരുന്നിൻ്റെ നിശബ്ദതയിൽ ജീവനും മരണത്തിനും ഇടയിലുള്ള സന്ദേഹ നിമിഷങ്ങളിൽ ഒറ്റുകൊടുക്കപ്പെടുന്നതിനും തള്ളിപ്പറഞ്ഞകലുന്നതിനും മുന്നേ സ്നേഹത്തിൻ്റെ പുതിയ നിയമം പകർന്നു നൽകുന്നുണ്ട് ക്രിസ്തു. എന്നിട്ടും പകുത്ത അപ്പത്തിൻ്റെ വിടവിലൂടെ ക്രിസ്തുവിൻ്റെ മുറിയപ്പെട്ട ഹൃദയം കാണാൻ അവൻ്റെ ശിഷ്യർക്ക് സാധിച്ചില്ല. പെസഹ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ജീവിതമാകുന്ന മേശമേൽ നിനക്കായി മുറിയപ്പെടാൻ ക്രിസ്തു എന്നും കാത്തു നിൽക്കുന്നുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ. സ്നേഹത്തിൻ്റെ മുദ്ര പേറാത്ത നിന്റെ വാക്കും പ്രവൃത്തിയും അവന് മുൾക്കിരീടം മെനയുന്നുണ്ട്. അയോഗ്യതയോടെ അപ്പം ഭക്ഷിച്ച് പുറത്തെ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയ യൂദാസ് നിന്നിലെ ഒരു സാധ്യതയാവാതിരിക്കട്ടെ. പെസഹ അതൊരു ആത്മസമർപ്പണത്തിൻ്റെ നാന്ദിയാണ്. അടിച്ചു പദം വരുത്തിയ ഗോതമ്പപ്പവും ചക്കിലാട്ടിയ മുന്തിരിച്ചാറും എടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാണെന്നും ഇതെൻ്റെ രക്തമാണെന്നും ഓർമ്മിപ്പിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനം. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഈ വിരുന്നിലാണ് നിങ്ങളിലൊരാൾ എന്നെ ഒറ്റുകൊടുക്കും എന്ന് ക്രിസ്തു വേദനിക്കുന്നത്. അത് ഞാനല്ലല്ലോ എന്ന ശിഷ്യരുടെ മറുചോദ്യം ഒരു നോവായി ഉയരുന്നുണ്ട്. ജീവിതവീഥിയിൽ നാം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അത് ഞാനല്ലല്ലോ. ചിലപ്പോഴൊക്കെ അതിന് കുറ്റപ്പെടുത്തലിൻ്റെയും മറ്റു ചിലപ്പോൾ കുറ്റബോധത്തിൻ്റെയും സ്വരമുണ്ട്. സമർപ്പണത്തിൻ്റെ ഇടവഴികളിൽ ഇടറി വീഴുമ്പോൾ, പ്രലോഭനത്തിൻ്റെ ചേരികളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ, സ്വാർത്ഥതയുടെ പാനപാത്രം കയ്യിലേന്തുമ്പോഴൊക്കെ സ്വയം ന്യായീകരണത്തിനായി നാം ചോദിക്കുന്ന ചോദ്യമാണിത്: അത് ഞാനല്ലല്ലോ. ഓർക്കുക, നിന്റെ അത്താഴമേശയിൽ അവൻ ഇന്നും നിശബ്ദനാണ്. പെസഹ സഹനത്തിൻ്റെ ഈണമാണത്. ഇസ്രായേലിയരുടെ രാജാവ് അത് നീയോ എന്ന ചോദ്യത്തിന് അത് ഞാൻ തന്നെ എന്ന് പറയാതെ പറഞ്ഞ് ക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങുന്ന അതേ സമയം തന്നെയാണ് അത് ഞാനല്ല എന്ന് ഒരു സ്ത്രീയുടെ മുന്നിൽ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതും. അത് ഞാനല്ലല്ലോ എന്ന ചോദ്യത്തോടെ യൂദാസ് നിത്യനാശത്തിൻ്റെ നിലയില്ലാ കയത്തിൽ തൂങ്ങിയാടുന്നതും. സഹനത്തിൻ്റെ ഇടനാഴിയിൽ ഒറ്റപ്പെടലിൻ്റെ ഊട്ടുമേശയിൽ ക്രിസ്തു സാന്നിധ്യാവബോധം മാത്രമേ നിന്നെ ശക്തിപ്പെടുത്തുകയുള്ളൂ. പെസഹ ഒരു ഏറ്റുപറച്ചിലിൻ്റെ വിരുന്നാണ്. അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തമെന്നേറ്റുപറഞ്ഞ് ദൈവം സ്വന്തമാക്കിയ ദിനം. കടന്നുപോകലിൻ്റെ ആ ദിനത്തെ ഓർമ്മിച്ചുകൊണ്ട് നിന്റെ അരുതായ്മകൾ ഏറ്റുപറയാൻ ഒരവസരം പെസഹ നിനക്കായി തുറന്നു വയ്ക്കുന്നുണ്ട്. അതേ ദൈവമേ, അത് ഞാൻ തന്നെ. പാപത്തിൻ്റെ പാതയിൽ പ്രലോഭനത്തിൻ്റെ വെള്ളിത്തുട്ടുകൾക്ക് മുന്നിൽ നിന്നെ ഉപേക്ഷിച്ച് നടന്നകന്നത് ഞാൻ തന്നെ. എന്നിരിക്കലും പുറത്തെ അന്ധകാരം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അത് ഞാനല്ലല്ലോ എന്ന തള്ളിപ്പറയലിൻ്റെ ഇടനാഴിയിൽ നിന്നും അത് ഞാൻ തന്നെയെന്ന് ഏറ്റുപറയുന്ന മഹത്വത്തിൻ്റെ ഗിരിയിലേക്ക് നിന്നോടൊപ്പം ഞാനും നടന്നു കയറട്ടെ. ആമേൻ.